എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സമയം 6:43. ഞങ്ങൾ കൊച്ചു വെളുപ്പാങ്കാലത്തെ എഴുന്നേറ്റ് ഒരിടം വരെ പോവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഫ്രീ സൈക്കിൾ വഴി, ട്രാഷ് നത്തിങ് വഴി ഒരുപാട് പേർക്ക് ഓഫർ ചെയ്തു. പിന്നെയും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ വെളിയിൽ വെച്ച് ആൾക്കാരോട് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ഉണ്ട് കുറേ സാധനങ്ങൾ. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു കാർബോർഡ് സെയിലിന് പോവാണ്. അപ്പൊ ഈ കാർബോർഡ് സെയിൽ എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ കൊണ്ട് നമ്മുടെ കാറിനകത്ത് വെച്ച് സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് കാർബോർഡ് സെയിൽസ്. സമ്മറിലെ മാത്രമേ അതുള്ളൂ, തണുപ്പത്ത് വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു കാർബോർഡ് സെയിൽ ബുക്ക് ചെയ്തിട്ടില്ല, നമ്മൾ അവിടെ ചെന്നിട്ട് പേ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ സൈസ് ഒരു കാറിന് 15 പൗണ്ടാണ് അകത്ത് കയറി സാധനങ്ങൾ വിൽക്കാനായിട്ട്. അപ്പൊ നമ്മൾ അകത്ത് കയറി നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ആൾക്കാർ വന്ന് നോക്കി വാങ്ങിക്കും. ഇത് മിക്കവാറും എല്ലാം ആക്രി പോലത്തെ സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര നല്ല സാധനങ്ങളൊന്നും അല്ല കാർബോർഡ് സെയിൽ വരുന്നത്. പക്ഷെ അത് ആൾക്കാർക്ക് അതൊരു രസമാണ്. പിന്നെ ഈ കാർബോർഡ് സെയിലിൽ ചില സമയത്ത് നമ്മൾ മേടിക്കുന്ന സാധനങ്ങള് ഭയങ്കര വാല്യുബിൾ ആന്റീക്സ് ആയിരിക്കും. അത് ഈ വിൽക്കുന്നവരറിയാതെയൊക്കെ വിൽക്കുന്നതാണ്. ഇവരുടെ വീട്ടിൽ കുന്നുകൂടി കിടന്ന സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവര് വന്ന് ഇവര് വെക്കുന്ന സാധനങ്ങളിൽ ചിലപ്പം ഭയങ്കര വില കൂടിയ ആന്റിക് സാധനങ്ങൾ കാണും. അവിടെയാണ് ഈ കാർബോർഡ് സെയിലിന്റെ പ്രസക്തി. അതുകൊണ്ടാണ് ഒരുപാട് പേരുടെ ഒരു ഹോബിയാണ് കാർബോർഡ് സെയിൽ. അപ്പൊ ഞങ്ങൾ ഇന്ന് നമ്മളുടെ സാധനങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ കാർബോർഡ് സെയിലിന് പോകുന്നത്. അപ്പം കൂട്ടത്തിൽ പോര് എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരാം. ആക്ച്വലി ഞങ്ങൾ വളരെ ലേറ്റാണ്. ഇവിടെ 6 മണിക്കാണ് സെല്ലേഴ്സ് അകത്ത് വന്ന് സെറ്റപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ 6:30 7 മണിക്കാണ് ഇവിടെ ബയേഴ്സിനെ അകത്തോട്ട് കയറ്റി വിടുന്നത്. ഇപ്പോൾ ഓൾറെഡി 7 മണി കഴിഞ്ഞ് 9 മിനിറ്റും കൂടെ ആയി. സോ നമ്മൾ ലേറ്റാണ്, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഭക്ഷണത്തിനുള്ള സ്ഥലങ്ങളും ഉണ്ട്. എല്ലാവരുമൊക്കെ അകത്ത് കയറി വന്ന് തുടങ്ങി. എല്ലാവരുമൊക്കെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ തന്നെയെല്ലാം സെറ്റപ്പ് ചെയ്ത് വരണം. I don't think it's going to be a cold day. The sun is out, and then in a short while
Things will warm up. To your nearest Toyota centre and save up to an extra £1,000 on a new Toyota. സോ ഇന്നത്തെ കാർ ബൂത്ത് സെയിലിൽ നമ്മൾ 95 പൗണ്ട്സ് ഉണ്ടാക്കി. പിന്നെ ആ ഒരു ചെസ് ബോർഡ് നമുക്കുണ്ടായിരുന്നു, ഒരു ഹാൻഡ് മെയ്ഡ് ചെസ് ബോർഡ് ഉണ്ടായിരുന്നു. അത് ഒരു 100 പൗണ്ട്സിന് പോയി അവർ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം ഏകദേശം 195 പൗണ്ട്സ് നമ്മൾ കാർ ബൂത്ത് സെയിൽ വഴി ഉണ്ടാക്കി. ചെലവ് നമുക്ക് ഇവിടുത്തെ എൻട്രി ഫീ 15 പൗണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഷോണൊരു സാൻഡ്വിച്ച് കഴിച്ചു. ഞങ്ങളെല്ലാവരും ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചു കുടിച്ചു. നമ്മൾ 7 മണി കഴിഞ്ഞപ്പോൾ വന്നതല്ലേ, അപ്പം അതിന് 15 പൗണ്ടായി. ഇവിടെ ഫുഡിന് ബാക്കിയുള്ളിടത്തേക്കാളിലും പൈസ കൂടുതലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും വിശന്നു. അപ്പോൾ പിള്ളേർക്ക് പോയി 2 സാൻഡ്വിച്ച് അല്ല, സോസേജും ചിപ്സും മേടിച്ചു. അതിന് 2 എണ്ണത്തിന് 10 പൗണ്ടായി. അപ്പോൾ 10ഉം 15ഉം 25ഉം പിന്നെ 15 പൗണ്ട് നമ്മളുടെ എൻട്രി ഫീയും കൂടെ 40 പൗണ്ട് നമുക്ക് ചിലവുമായി. പക്ഷേ നല്ല രസമായിരുന്നു. നമുക്കൊരു നല്ല ഒരു ഔട്ടിങ് കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് UK വിശേഷങ്ങൾ. അടുത്ത വീഡിയോയുമായിട്ട് അധികം താമസിയാതെ കാണാം.